ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സത്യവും നീതിയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നടപ്പാക്കപ്പെടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മുടെ മുൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട സരിത നായർ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ സ്ത്രീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാർ തീർച്ചയായിട്ടും അതിൽ നിരപരാധി എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും ഒരു സംശയവും ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ആ ഭരണകാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന മാനക്കേട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളും കൈകാര്യം ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവസാനം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കല്ലേറ് വരെ കൊള്ളേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായി. അതെല്ലാം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ത്രീയാണ് നമ്മുടെ സരിത നായർ എന്ന് പറയുന്ന കഥാപാത്രം. അവരുടെ അവസ്ഥ ഇപ്പോൾ ജീവിതത്തിൽ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സങ്കടം തോന്നും. പക്ഷേ തീർച്ചയായിട്ടും അത് അവർ അർഹിക്കുന്നതാണ് എന്ന രീതിയിൽ തന്നെയാണ് 90% ജനങ്ങളും അതിനെ വിധി എഴുതുന്നത് എന്നുള്ളതാണ്. ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പുഴുവരിച്ച് എണീച്ച് പോലും കിടന്ന ബെഡിൽ നിന്ന് നടക്കാൻ പറ്റാതെ ഇടത് കണ്ണിന് കാഴ്ച പോലും നഷ്ടപ്പെടുത്തി കിടക്കുന്ന രീതിയിലാണ്. അവരുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം വൈറലാണ്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് സരിത നായർക്ക് എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് നമുക്കതൊന്ന് കേട്ടുവരാം. ആണോ? ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താണ് ഇപ്പൊ നെർവ്സ് ഡാമേജ് ആയതിന്റെ പിന്നെ കണ്ണിന് ചെറിയ കാഴ്ചശക്തി ഇടത് കണ്ണിന് കുറഞ്ഞു? ശരിക്കും കുറഞ്ഞോ അതോ ശകലം? ശരിക്കും കുറഞ്ഞു. അല്ല, ശകലമല്ല, നന്നായിട്ട് കാഴ്ച വന്നു. അതെങ്ങനെ ഇനി അതിന് ഓപ്പറേഷൻ ഒന്നും പറ്റത്തില്ലേ? ഇല്ല, ഓപ്പറേഷൻ അല്ല, ഇത് അവിടെ നെർവിന് ഇത് ചെയ്തതാണല്ലോ, ഇൻഫ്ലമേഷൻ ആയതാണ് നെർവില്, ഒപ്റ്റിക് നെർവില്. ഓ, അപ്പൊ അവർ ഓപ്പറേഷൻ പറ്റത്തില്ലെന്നാ പറയുന്നത്? ഓപ്പറേഷൻ പറ്റില്ല, ലേസർ ചെയ്യുന്നുണ്ട്, നോക്കാന്ന് പറഞ്ഞു. അല്ല, അതിന്റെ കണ്ണിന് കാഴ്ച പോകാൻ സാധ്യത ഉണ്ടെന്നാണോ പറയുന്നവരെ? നെർവ് ഡാമേജ് ആയി, പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ അങ്ങനെ ആയി പോകുമല്ലോ. പെർമനന്റ് ആക്കാതിരിക്കാൻ നോക്കുവാണ്. പിന്നെ കാലിന്റെ നടപ്പിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പം കാല് പിടിക്കൂല. ഒരു 10 ചുവട് വെക്കുമ്പം കാല് മസ്കുലർ പ്രോബ്ലം ആയി. നെർവിന്റെ കാലിനെ നിയന്ത്രിക്കുന്ന നെർവില് 2 നെർവ് ഡീമൈലേഷൻ ആയി, അതായത് ഉരുകി പോവല്ലോ. മൈലിൻ ഷീത്ത് ഉരുകി പോയി, അത് ദ്രവിച്ചു ഞരമ്പ്. അല്ല, ഇതൊക്കെ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ രോഗമല്ല, ഇങ്ങനെയാണെന്നാണോ അവർ പറയുന്നത്? അതെ 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 അത് ആദ്യം ഡിറ്റക്ട് ചെയ്തത് നമ്മുടെ കളിക്കോലയിലുള്ള ഒരു ഡോക്ടറാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് ഇങ്ങനൊരു സാധനം ഉണ്ടെന്നായ കാര്യം. ആ സമയത്ത് എന്റെ നെയിൽസിലൊക്കെ ഫംഗസ് ലൈക്ക് ഒരു ഇതും പിന്നെ വോയിസിന് നല്ല ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. കഴുത്തിൽ പിടിച്ച പോലത്തെ വോയിസും പിന്നെ ദേഹത്ത് ബ്രൗൺ കളർ പാച്ചസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകളില്ലേ, അത് കയ്യില് ദേഹത്തും ഒക്കെ ഉണ്ട്. രക്തക്കുഴലുകൾ ബ്രേക്ക് ചെയ്യുന്നു. വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി. അതായത് എക്സ്റ്റേണൽ ബോഡി ശരീരത്തിൽ കയറുമ്പോ അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി. അത് തെറ്റായിട്ട് എന്റെ മറ്റുള്ള നെർവ്സിനെയും ബ്ലഡ് വെസൽസിനെയും ബാധിച്ചു എന്നുള്ളതാണ്. അല്ല, ഈ മനഃപൂർവ്വം ശരീരത്തിൽ ഇങ്ങനെ വിഷം കലർന്നിയ വന്നതുകൊണ്ടാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? അങ്ങനെ തന്നെ? അതെ, അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിന് ഈ കീമോ ഒക്കെ നമ്മൾ ചെയ്തു നോക്കി. അപ്പോഴും എനിക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ എക്സ്പോഷർ നിൽക്കുമ്പോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോശം ആവുകയല്ലേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കുറച്ച് പിന്നെ മരുന്നുകൾ അതും ഇതൊക്കെ എനിക്ക് ദേഹത്ത് പിടിച്ചു തുടങ്ങിയത്. ഇവര് ജനുവരി 5 പറഞ്ഞു വിട്ടു. അതിന് ശേഷമാണ് ഇതുണ്ടായത്. ഇവർക്ക് പൈസയോട് ഒരു ചെറിയ ആഗ്രഹം വന്നതിലാണെന്നാണ് തോന്നുന്നത്. എവിടെ നിന്ന് ജനുവരി പറഞ്ഞു വിട്ടു? ഏത് ഹോസ്പിറ്റലായിരുന്നു? ഞാൻ അല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനുവിനെയൊക്കെ പറഞ്ഞു വിട്ടു. ഓ, അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ്. ഈ വിനു വളർന്ന ആളുകളായിട്ട് സരിത ഉണ്ടായിരുന്നല്ലേ? എന്നോട് 2014 ഒക്ടോബർ തൊട്ട് വിനു ഉണ്ടായിരുന്നു. എപ്പോഴും വിനുവിന്റെ സരിതയുടെ ചിത്രത്തിന്റെ പുറകിൽ, ഫോട്ടോയുടെ പുറകിൽ വിനു നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ സാറിന് തന്നെ അറിയാം, എന്ത് കോണ്ടാക്ട് ചെയ്യണമെങ്കിലും വിനുവിന്റെ നമ്പറാണ് ഞാൻ എല്ലാവർക്കും. ഞാൻ തന്നെ എത്രയോ തവണ വിളിച്ചിട്ടുണ്ട് വിനുവിനെ. അതെ അതെ, അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും പറയണ്ട. കോവിഡ് ഒക്കെ ആയിരുന്ന സമയത്ത് എന്റെ അവര് വേറെ ഇതിനൊക്കെ പോയല്ലോ, EMCCയുടെ കാര്യത്തിനും ഒക്കെ അവര് പോയിരുന്നല്ലോ. മറ്റേ
ബോംബ് ബ്ലാസ്റ്റിനും ഒക്കെ. അതെ അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തപ്പം എല്ലാം നമ്മൾ അതിന്റെ പേരിലൊക്കെ ചെറിയ അകൽച്ചകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട്. പിന്നെ ഒരു വീട് ഒരു 15 പേര് 16 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതില് നല്ലൊരു 6-7 കുട്ടികളും ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലും പറഞ്ഞു വിട്ടാല് അവർക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമെന്ന് എന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. അവരുടെ വീട്ടിലെ കൊടുത്തിട്ട് പറയണമെന്ന് സാർ വിചാരിക്കരുത്. പ്രൊവിഷൻ തൊട്ട് ഉടുതുണി തൊട്ട് അവർക്ക് വീട്, കാറ്, വണ്ടികള്, 2 വീലേഴ്സ് ഇതെല്ലാം ഞാൻ 2014 ഇവരെന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്നവർക്ക് അറിയാം. 2021 22 ഇവരെന്തായിരുന്നുള്ളത്. എങ്ങനെയാണ് ഈ വിനുവിനെ കണ്ടെത്തുന്നത്? ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ 2014 ഫെബ്രുവരി 21 തീയതിയാണ്. അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചു കാലം ശരണ്യ മനോജിന്റെ, അതായത് ഗണേഷ് കുമാറിന്റെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. ബാലകൃഷ്ണപിള്ള സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ താമസിച്ചിരുന്നത്. കാര്യം അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും. ഈ വോയിസ് ക്ലിപ്പ് കേട്ടതോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒരിക്കലും അവരുടെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുകയല്ല. പക്ഷേ നീതി എന്ന് പറയുന്ന ഒരു സാധനം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വെച്ച് തന്നെ ഈ ഒരു സമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടപ്പെടുമെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സ്ത്രീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. കാഴ്ചശക്തി തീരെയില്ല. പിന്നെ നിങ്ങൾ കേട്ട് കാണും, കാലിലേക്കുള്ള നെർവുകളെല്ലാം തന്നെ ദ്രവിച്ചു കൊണ്ട് പോവുകയാണ്. എണീറ്റ് നടക്കാൻ പോലും അവസ്ഥ അവർക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുമ്പളകൾ കയ്യിലെല്ലാം ഇങ്ങനെ പൊക്കള പോലെ ഇങ്ങനെ പൊന്തിയതിന് ശേഷം അത് പൊട്ടി വളരെ വൃത്തികെട്ട രീതിയിലുള്ള പുഴുവരെ അരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്രയ്ക്കും ജീർണിച്ച ഒരവസ്ഥയിലൂടെയാണ് ആ സ്ത്രീ ഇപ്പോൾ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നല്ല കാലത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും മുഖ്യമന്ത്രി ആയിക്കൊണ്ട ജനങ്ങൾക്ക് തൻ്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ പരമാവധി ചെയ്തു കൊടുത്ത ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഒരുപാട് വിമർശിച്ച ആൾക്കാരാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ രാഷ്ട്രീയത്തോട് ഇപ്പോഴും എനിക്ക് വിമർശനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ തീർച്ചയായിട്ടും ശുദ്ധത കൈവിടാത്ത ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ 100% അന്നും ഇന്നും എന്നും തീർച്ചയായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എന്ന അഭിപ്രായത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചാണ്ടി ഉമ്മനും തീർച്ചയായിട്ടും പുറത്തിറങ്ങി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ സ്ത്രീ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ ഉത്തരവും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ സ്ത്രീ അനുഭവിക്കുമെന്ന് അന്നേ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ ആ സ്ത്രീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. കണ്ണുപോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 100 വയസ്സൊന്നും ആയിട്ടല്ല എന്ന് നിങ്ങൾ ഓർക്കണം. തീർച്ചയായിട്ടും അറിയപ്പെടാത്ത, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സൂക്കേടിൻ്റെ പേരിലാണ് ഇപ്പോഴും ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സൂക്കേട് എന്ന് പോലും തീർച്ചയായിട്ടും ഡോക്ടർമാർക്ക് ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്കും മോശകരമായ ഒരു സാഹചര്യം. നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം മോശകരമായ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് പണത്തിന് വേണ്ടിയാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ആ സ്ത്രീ എന്നെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. 2014 പരിചയപ്പെട്ട വിനു എന്ന വ്യക്തിക്ക് കാറായിട്ടും ജീപ്പായിട്ടും ലോറിയായിട്ടും എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അവരെ സംരക്ഷിച്ച് ഒപ്പരം കൊണ്ടുപോകുന്ന ആൾക്കാരെല്ലാം സരിതയാണ്. സരിതയ്ക്ക് ഇതിന് മാത്രം പണം എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. 2-3 കാര്യം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ഈ പണമെല്ലാം. ആ ഒരു തെറ്റ് തീർച്ചയായിട്ടും മറക്കാൻ വേണ്ടിയിട്ട് സരിതയ്ക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചൊരു പോക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ രോഗത്തെയോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥയെയോ ഒരിക്കലും ഞങ്ങൾ സന്തോഷത്തോടു കൂടി കാണുന്നില്ല. അതിലെല്ലാം നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും അവർ 100% ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പക്ഷം. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് സ്ത്രീ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനിയും ജീവിതത്തിൽ ഇത്തരം ആരോപണങ്ങളും വൃത്തികേടുകളും ഉന്നയിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പാഠം തന്നെയാണിത്. കാരണം വിധി ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തീർച്ചയായിട്ടും ഇവിടെ വെച്ച് തന്നെ അത് നടപ്പാക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സരിത നായർ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങൾ അറിയിക്കണം. എൻ്റെ രാഷ്ട്രീയത്തിനും വിഭിന്നമായ രാഷ്ട്രീയക്കാരനാണ് ഉമ്മൻചാണ്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തീർച്ചയായിട്ടും
ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേടിലേക്ക് പോയി പെടുമെന്ന് ഞാൻ ഇപ്പോഴും ഒന്നും വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.